ആ ആപ്പിളിൽ ഒരു പുഴു മാത്രമല്ല, നിറയെ പുഴുക്കളാണ്. അത് ശരിയാക്കിയെടുക്കാനാവില്ല, കളഞ്ഞേ മതിയാകൂ. അമേരിക്കയുടെ വിദേശ സഹായ ഏജൻസിക്ക് പൂട്ടുവീഴുകയാണെന്ന സൂചന നൽകിക്കൊണ്ട് ട്രംപിന്റെ ഡോജ് മേധാവി ഇലോൺ മസ്ക് പറഞ്ഞ വാക്കുകളാണിത്. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഥവാ USAIDനെ ക്രിമിനൽ സംഘടനയെന്നാണ് മസ്ക് വിളിക്കുന്നതെങ്കിൽ സംഘടന ഒരു കൂട്ടം തീവ്രവാദികളാലാണ് നിയന്ത്രിക്കപ്പെടുന്നതെന്നാണ് ട്രംപിന് പറയാനുള്ളത്. പതിറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ഒരു ഏജൻസിയുടെ ഭാവിയാണ് ട്രംപിന്റെ രണ്ടാം വരവിൽ അനിശ്ചിതത്വത്തിലാകുന്നത്. ആയിരക്കണക്കിന് ജീവനക്കാർ ഒറ്റ രാത്രി കൊണ്ട് തൊഴിൽ രഹിതരായി. ഏജൻസിയുടെ വെബ്സൈറ്റുകൾ നിലച്ചു. ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങൾ താറുമാറായി. എന്താണ് USAIDന് സംഭവിക്കുന്നത്? ലോകരാജ്യങ്ങളിൽ ഇതുണ്ടാക്കുന്ന മാനുഷിക പ്രതിസന്ധി എന്താകും? ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും? 1961 ശീതയുദ്ധകാലത്ത് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയാണ് വിദേശ സഹായത്തിനായി US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് സ്ഥാപിക്കുന്നത്. പ്രകൃതി ദുരന്തം, പകർച്ചവ്യാധികൾ, ആരോഗ്യ പ്രതിസന്ധികൾ, കാർഷിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, യുദ്ധമേഖലകളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങി വ്യത്യസ്ത തലങ്ങളിൽ വിവിധ ധനസഹായങ്ങൾ നൽകുന്ന പ്രസ്ഥാനമാണിത്. വിവിധ ഭൂഖണ്ഡങ്ങളിലായി 130ഓളം രാജ്യങ്ങൾക്കാണ് വികസനത്തിനും സേവനങ്ങൾക്കുമായി ഏജൻസി ഫണ്ട് നൽകുന്നത്. $42.8 ബില്യൺ ഏജൻസിയുടെ വാർഷിക ബജറ്റ്. 10,000-ലേറെ ജീവനക്കാരാണ് USAIDന്റെ ശമ്പളം പറ്റുന്നത്. 60-ലേറെ രാജ്യങ്ങൾ കേന്ദ്രീകൃതമായാണ് പ്രവർത്തനം. ഏജൻസിയുമായി കരാറിലേർപ്പെടുന്ന മറ്റ് ഓർഗനൈസേഷനുകൾ മുഖേനയാണ് വിവിധ രാജ്യങ്ങളിലായി സന്നദ്ധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത്. ഏജൻസി അതിന്റെ ബജറ്റിന്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായാണ്. സ്ത്രീകളുടെ ആരോഗ്യം, ശുദ്ധജല ലഭ്യത, HIV/AIDS ചികിത്സ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലാണ് സന്നദ്ധ സേവനങ്ങൾ ചെയ്യുന്നത്. 2024 റിപ്പോർട്ട് പ്രകാരം USAID സംഭാവന ചെയ്തത് $3.23 മില്യൺ. 2023 $68 ബില്യൺ അമേരിക്ക തങ്ങളുടെ വിദേശ സഹായത്തിനായി ചെലവഴിച്ചു. ഇതിൽ പകുതിയിലധികവും ഏകദേശം $40 ബില്യൺ USAID മുഖേനയായിരുന്നു.